ഹൃദയ ശസ്ത്രക്രിയാ രംഗത്ത് തൻ്റെതായ കഴിവ് പതിപ്പിച്ച ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം അദ്ദേഹത്തെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരിക്കുകയാണ്. 2011 പത്മശ്രീ നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മോടുണ്ട്, ഒപ്പമുണ്ട്. അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ മേഖലയിലെ എക്സ്പീരിയൻസ്, സന്തോഷങ്ങൾ ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ. എന്തായിരുന്നു ആദ്യത്തെ ഒരു സന്തോഷം? എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്ക് അറിയാമായിരുന്നു നമ്മളുടെ ഒരു നോമിനേഷൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയാമായിരുന്നു. പക്ഷേ എപ്പോഴും നമ്മളിതെല്ലാം ഒരു സർപ്രൈസായിട്ടാണല്ലോ വരിക. പലപ്പോഴും ടി വിയിൽ കാണുമ്പോഴാണ് നമ്മളെ അറിയിക്കുക. പക്ഷെ അന്ന് ഉച്ചയോടുകൂടി ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ മിസ്റ്റർ ഉമേഷിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ് ഡൽഹിയിൽ നിന്നൊരു എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്, കൊടുത്തോട്ടെ എന്ന് ചോദിച്ചാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോൾ തന്നെ ഏകദേശം അവസാനത്തെ മണിക്കൂറുകളായതുകൊണ്ട് അത് അങ്ങനെ ഒരു ആദരവ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ എപ്പോഴും, നമ്മളത് അവസാനമായിട്ട് കൺഫേം ചെയ്യുന്നിടം വരെ. ഏതൊക്കെയാലും അത് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊരു വളരെ ഒരു റിലാക്സ്ഡായി. മാത്രമല്ല നമുക്കറിയാം അത് കേരളത്തിലെ വൈദ്യശാസ്ത്ര രംഗത്തിന് നൽകിയ വലിയൊരു ആദരവായിട്ട് ഞാനതിനെ എടുക്കുകയും ചെയ്തു. കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള ഒരു ആദരവല്ല അത്. എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലെ വൈദ്യശാസ്ത്ര രംഗം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെ ഉന്നതത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്കറിയാം. പല കാര്യങ്ങൾ വന്നപ്പോഴും, കോവിഡ് വന്നപ്പോഴും അതിനു മുമ്പോഴപ്പോഴും പ്രൈമറി ഇമ്മ്യൂണൈസേഷൻ, പ്രിവെൻഷൻ എല്ലാം കേരളം വളരെ മുന്നിലാണ്. അപ്പോൾ അങ്ങനെ വളരെ പല തലമുറകൾ പ്രവർത്തിച്ച് നമ്മളെ ഈ ആരോഗ്യരംഗം ഈ സ്റ്റേജ് വരെ എത്തിച്ച ആരോഗ്യരംഗത്തിൻ്റെ ഒരു വലിയ റെക്കഗ്നീഷനായിട്ടാണ് ഞാൻ ഈ പത്മഭൂഷൺ അവാർഡിനെ ഞാൻ സ്വീകരിക്കുന്നത്. 2011 പത്മശ്രീയും എത്തിയിരുന്നു. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ രണ്ടാമത്തെ തവണത്തെ റെക്കഗ്നീഷനാണ്. അപ്പോൾ അതിനെ വ്യക്തി എന്നുള്ള നിലയിലായാലും വൈദ്യശാസ്ത്ര രംഗത്തേക്കുള്ള അതിൻ്റെ റെക്കഗ്നീഷൻ എന്നുള്ള നിലയിലായാലും അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ എൻ്റെ ബേസിക്കായിട്ടുള്ള ട്രെയിനിങ് ഇംഗ്ലണ്ടിലായിരുന്നു. ഒരു 10 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 1997 എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റാണ് ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ തുടങ്ങുന്നത്. അതിനുശേഷം 2003 കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എബ്രഹാം എന്നുള്ള ഒരു വ്യക്തിയിൽ പറവൂർ സ്വദേശി സുകുമാരൻ്റെ ഹൃദയം മാറ്റിവെക്കപ്പെടുന്നത്. അത് കേരളത്തെ ഇന്ത്യയിൽ 3ാമത്തെ സംസ്ഥാനമായിട്ട്, ഹൃദയം മാറ്റിവെക്കുന്ന 3ാമത്തെ സംസ്ഥാനമായിട്ട് നമ്മൾക്ക് ഉയരാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് 2011 പത്മശ്രീ പുരസ്കാരം ലഭിക്കുക. പക്ഷെ അത് ആ സമയത്ത് തീർച്ചയായിട്ടും എനിക്കത് ലഭിച്ചപ്പോഴത്തേക്കും എന്നിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് പോലത്തെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ പ്രവർത്തികൾ ചെയ്യാനും ആരോഗ്യരംഗത്ത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുമുള്ള ഒരു ഉത്സുകത. അതിൻ്റെ ഭാഗമായിട്ട് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ രൂപം കൊണ്ടു. അതിൻ്റെ ഭാഗമായിട്ടൊരു ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. സ്പന്ദിക്കുന്ന ഹൃദയത്തിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യാനുള്ള സംരംഭങ്ങൾ ആരംഭിച്ചു. അന്നു മുതൽ നമ്മൾ ഏകദേശം 30ഓളം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ കേരളത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ചൂട് പിടിച്ചാണ് കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ, കോട്ടയം മെഡിക്കൽ കോളേജാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഹൃദയം മാറ്റിവെക്കുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ. അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തേജനമായിരുന്നു. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയവും ശ്വാസകോശവും മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഹൃദയം മാറ്റിവെച്ച വ്യക്തിയിൽ വീണ്ടും ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, ഇതെല്ലാം വിജയകരമായിട്ട് ചെയ്യാൻ സാധിച്ചത് 2011 ശേഷമാണ്. ഏകദേശം 22,000-23,000 ഓപ്പൺ ഹാർട്ട് സർജറീസ് എൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ടീം നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ അംഗീകാരമായിട്ടായിരിക്കണം പത്മഭൂഷൺ വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ സൊസൈറ്റിയിലേക്ക് കൂടുതൽ ചാരിറ്റി ആക്ടിവിറ്റീസ് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ വഴി പാവപ്പെട്ടവരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാർഡിയോപൾമനറി റെസിസിറ്റേഷൻ സംസ്ഥാനത്തൊട്ടാകെ വോളണ്ടിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് ഓൺഗോയിങ് ആണ്. സേവ് എ ലൈഫ് ടൈം. അങ്ങനെയുള്ള ഓരോ പ്രൊജക്റ്റുകളും നമുക്ക് ഏറ്റെടുക്കാനുള്ള ഒരു ഇൻസെൻറ്റീവ് ലഭിച്ചത് ഈ പത്മശ്രീ കൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പത്മഭൂഷണം ഭാവിയിൽ കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ജെയ്മി മാഡത്തിൻ്റെ സന്തോഷം? എന്താണ്? 2 തവണയാണ് രാജ്യത്തിൻ്റെ ആദരം വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യത്തെ പ്രാവശ്യം ഫസ്റ്റ് ടൈം ആയതായിരുന്നു ഭയങ്കര ഒരു ഇതായിരുന്നു, എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയായിരുന്നു ഫീലിങ്സ്. ഞങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. പിള്ളേരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അത് ഡിസർവ് ചെയ്യുന്ന ഒരു
ഇതാണ് കിട്ടിയിരിക്കുന്നത്. എക്സ്പീരിയൻസസ് ഒക്കെ സാർ മാമിനോട് ഷെയർ ചെയ്യാറുണ്ടോ? കുറേയൊക്കെ പറയാറുണ്ട്. പിന്നെ ഒത്തിരി പേരുടെ പ്രാർത്ഥനകളും എല്ലാം ഉണ്ട്. ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഞങ്ങളുടെയായിട്ടുള്ള ഇതായിട്ടാണ് ഞങ്ങളിതിനെ സ്വീകരിക്കുന്നത്. സാറിന് ഒരു നേട്ടം കൂടി ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. 2 തവണ ഒരാളിൽ തന്നെ ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ഗിരീഷ് കുമാർ പാലക്കാട് സ്വദേശിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്ക് പോകുമ്പോൾ അത് ആശങ്കയുണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു ശസ്ത്രക്രിയയിലേക്ക് പോകുന്ന സമയത്ത്? ഈ പലപ്പോഴും നമ്മൾ ഈ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നമ്മൾ പ്ലാൻഡ് ആയിരിക്കണമെന്നില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ഹീറോയിക് ആക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് കമ്പൽഷൻ, അല്ലയോ? നമ്മൾ നീന്താൻ അറിയാൻ മേലെ എന്നുള്ള വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നീന്താതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഗിരീഷിന് ആദ്യത്തെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനൊരു ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, അദ്ദേഹത്തിന് പല അസുഖങ്ങളുള്ള വ്യക്തിയായിരുന്നു. ഹിപ്പ് മാറ്റിവെച്ചതിന് ശേഷം ഒരു ഏകദേശം ഒരു 8 മാസം 9 മാസം കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ്റെ ഹൃദയത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു, ഹോസ്പിറ്റൽ ICUവിൽ കിടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് കാർഡിയക് അറസ്റ്റ് വരുന്നു. നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റോളം CPR ചെയ്ത് റിവൈവ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നു. അദ്ദേഹത്തോട് ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു. വീണ്ടും ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യകത പറയുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത കാർഡിയക് അറസ്റ്റ് വരുന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. വീണ്ടും അദ്ദേഹം വെന്റിലേറ്ററിൽ കയറുകയാണ്. ആ സമയത്താണ് നമുക്ക് ഭാഗ്യത്തിന് ഒരു ദാതാവിൻ്റെ ഹൃദയം ദാനം ചെയ്യാനായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ സമ്മതിക്കുന്നു. അപ്പോൾ ചിന്തിക്കാൻ നമ്മൾക്കധികം സമയം കിട്ടുന്നില്ല. വി ആർ കമ്പൽ ടു ഡു സർട്ടൺ തിങ്സ്. അപ്പോൾ ഞാൻ അന്ന് എല്ലാവരും മറ്റ് ഹൃദയം മാറ്റിവെക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ഡോക്ടർമാരായിട്ട് സംസാരിച്ചു. ആർക്കെങ്കിലും രണ്ടാമതൊരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പം എല്ലാവരും കൈമലർത്തി എങ്ങനെ ഞങ്ങൾ മറ്റ് ഹൃദയ ശസ്ത്രക്രിയകൾ ചെയ്തവരിൽ ഹൃദയം മാറ്റിവെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്ന് മാറ്റിവെച്ചവരിൽ വീണ്ടും മാറ്റിവെച്ചവരായിട്ട് അന്ന് ഇന്ത്യയിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് എ റിസ്ക് ടു ബി ടേക്കൺ. അത് ദൈവത്തിൻ്റെ അനുഗ്രഹവും ജെയ്മി പറഞ്ഞ പോലെ ഇങ്ങനെ എല്ലാ ഒരു പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്ന ഒത്തിരി വ്യക്തികൾ, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്കായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ആ ക്രിട്ടിക്കൽ മോമെൻറ്റിൽ തന്നെ ഒരു ദാതാവിനെ കിട്ടുന്നതും അദ്ദേഹത്തിൻ്റെ ആ ഹൃദയം നമുക്ക് ഈ ഗിരീഷിന് ചേരുന്നതാണ്. നമ്മൾ പല കാര്യങ്ങൾ ചേരണം. രക്തത്തിൻ്റെ ഗ്രൂപ്പ് ചേരണം, ബോഡിയുടെ വെയിറ്റ് മാച്ച് ചെയ്യണം. നമുക്ക് ഹൃദയം എടുത്തു കഴിഞ്ഞാൽ 4 മണിക്കൂറിനകം നമ്മൾ ഹൃദയം ഇംപ്ലാന്റ് ചെയ്ത് സ്പന്ദിപ്പിക്കാൻ തുടങ്ങണം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഒത്തിണങ്ങുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യനാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ലോട്ട് ഓഫ് ഡിവൈൻ ഇൻ്റർവെൻഷൻ ഇൻ ദാറ്റ്. അപ്പോൾ അത് ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് ഇൻ്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു നിർവികാരതയോടുകൂടിയാണ് നമ്മൾ പോകുന്നത്. വി ബിക്കം മെക്കനൈസ്ഡ്. കാരണം നമ്മളതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനോ കൂടുതൽ ആകുലപ്പെടാനോ അല്ലെങ്കിൽ ദാതാവിൻ്റെ മരണത്തെപ്പറ്റി ചിന്തിക്കാനോ അവരുടെ കുടുംബങ്ങളുടെ ദുഃഖങ്ങളെപ്പറ്റി ചിന്തിക്കാനോ ഉള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടുന്നില്ല. അത് ചിന്തിക്കാൻ പോയാൽ നമ്മളുടെ ആ എക്സസൈസ് വിൽ ഫെയിൽ. അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് എന്നോട്, വൈകാരികമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഇതിലായിരുന്നു എന്ന്. മിക്കവാറും സമയങ്ങളിൽ ഇതുപോലത്തെ റയർ പ്രൊസീജിയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു മെക്കനൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതിലുപരിയായിട്ട് നമ്മൾ വികാരങ്ങളെ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ മിഷൻ മേ ഫെയിൽ. ഇപ്പം കേരളത്തിലെ സാങ്കേതിക വിദ്യ അത്രത്തോളം ടോപ്പായിരുന്ന സമയത്തായിരിക്കില്ല സാർ ഒരു പക്ഷേ UK വർക്ക് ചെയ്തിരുന്ന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും കേരളത്തിലെ കുറച്ചുകൂടെ പരിമിതമായ ഇതിലേക്ക് വരുമ്പോഴും ഈ എക്സ്പീരിയൻസ് എങ്ങനെ സാറിനെ സഹായിച്ചിട്ടുണ്ട്? UK എന്തായാലും എനിക്കറിയാം ഹൈലി ടെക്നോളജി വളരെ ഹൈ ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും സാർ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടാവണം എന്നില്ല. പക്ഷെ അതിനെങ്ങനെയാണ് മാനേജ് ചെയ്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് നമ്മൾ ജനറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. കാരണം ഞാനിവിടെ ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ എന്ന വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട്. അപ്പോൾ ഐ ഹാഡ് ടു ഓർഗനൈസ് എ ഹോൾ തിങ്. ഞാനിവിടെ വരുമ്പോൾ ഒരു ഹാർട്ട് ലങ് മെഷീൻ പോലും ആശുപത്രി മേടിച്ചിരുന്നില്ല. അതിനായി കാത്തിരിക്കുകയായിരുന്നു. ആൻജിയോഗ്രാം ചെയ്യുന്ന കാത്തട്രൈസേഷൻ ലാബ് ഉണ്ടായിരുന്നില്ല, ഉപകരണങ്ങളുണ്ടായിരുന്നില്ല, മാൻ പവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം 1 വർഷം 1.5 വർഷത്തോളം ഞാൻ കാത്തിരുന്ന് വ്യക്തികളെ കൊണ്ടുവന്ന് മെഷീൻസ് കാണിച്ച് അങ്ങനെ എല്ലാം കൂടി ഒത്തൊരുമി. അത് വളരെ ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. കാരണം ഇംഗ്ലണ്ടിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും രാവിലെ പേഷ്യൻ്റ് റെഡിയായിട്ട് അവിടെ ഓപ്പറേഷൻ ടേബിളെ കിടക്കുന്നു, നമ്മൾ ഇതിലൊന്ന് നമ്മുടെ പണി ചെയ്യുന്നു പോരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടൊരു സിസ്റ്റമുണ്ട്. അപ്പോൾ ഞാനിവിടെ ആരംഭിക്കുന്ന സമയത്ത് ദർ ഈസ് നോ സിസ്റ്റം. ആ സിസ്റ്റം നമ്മൾ തന്നെയായിരുന്നു.
അത് ഓപ്പറേഷൻ ചെയ്യാനും അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരാനും അതിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാനും വ്യക്തികളെ അപ്പോയിൻറ്റ് ചെയ്യാനും അവരെ ട്രെയിൻ ചെയ്യാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അത് ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെയാണ് പലരും ആ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായതും. അപ്പം എൻ്റെ ഭാഗ്യത്തിന് എന്നെ ട്രെയിൻ ചെയ്ത ഒരു ബ്രിട്ടീഷ് സായിപ്പ് എൻ്റെ കൂടെ ശസ്ത്രക്രിയയ്ക്ക് സഹായിക്കാനായിട്ട് അവസാനം എൻ്റെ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ എന്നോടൊപ്പം വന്ന് താമസിച്ച് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണ്. അതുപോലെ എന്നെ സഹായിക്കാനായിട്ട് 2 സർജൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 1.5 വർഷം കൊണ്ട് നമുക്ക് ആ ടീമിനെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റി, എക്യുപ്മെൻറ്റ്സിനെ വരുത്താൻ പറ്റി. അങ്ങനെയാണ് ആ പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകുന്നത്. അത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയപ്പോഴും ഹൃദയം സ്പന്ദിക്കുന്ന ഹൃദയത്തിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ ആരംഭിച്ചപ്പോഴും എല്ലാം ഒരു ഒത്തിരി ഒരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനമായിരുന്നത്. ലോട്ട് ഓഫ് ടീം വർക്ക് ഹാസ് ഹെൽപ്ഡ് അസ്. പലപ്പോഴും നമ്മൾ പരാജയങ്ങളെ ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ആ കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വഴിയൊരുക്കിയത്. ലിറ്ററലി കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ ഹൃദയ ശസ്ത്രക്രിയാ രംഗത്തുള്ള എല്ലാ മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ച ആൾ കൂടിയാണ് സർ എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു ഇത്രയും അധികം ഇന്നോവേഷൻസ്, ഇത്രയധികം പഠനങ്ങളൊക്കെ നടത്തിയിട്ടാണല്ലോ സാർ ഒരു ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നീട് ഒരു ടീമിനെ ട്രെയിൻ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞില്ലേ, അതിലുള്ള ഒരു ടാസ്ക് ഭയങ്കരമായിരുന്നു, ഒരു വലിയ ടാസ്ക് ആയിരുന്നു സാർ നേരിടേണ്ടി വന്നത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ആദ്യം വരുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ടൊരു ഇംഗ്ലണ്ടിൽ തന്നെ ട്രെയിൻ ചെയ്തൊരു നോർത്ത് ഇന്ത്യൻ കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ. അപ്പം ഞങ്ങൾ 2 പേര് കൂടിയാണ് ഇത് ആരംഭിക്കാനുള്ള പ്ലാൻ ഇട്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യം വരുന്നു, അതിനുശേഷം അദ്ദേഹം വരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിന് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒരു ബ്രിട്ടീഷ് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവരെ കൊണ്ട് ഡൽഹിയിൽ വരുന്നു, അവിടെ നിന്ന് ഗോവയിൽ വരുന്നു, കൊച്ചിയിൽ വന്ന് എൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം കണ്ടോ ഉറപ്പിച്ചിട്ട് പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ഡൽഹിയിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ദീപക് ഒന്നുകിൽ എന്നെ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നീ ഇന്ത്യയെ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസ് ഐ കാൺ ജോയിൻ യു ബിക്കോസ് ഷീ വാണ്ട്സ് ടു ഗോ ബാക്ക്. അപ്പോൾ അവിടെ വെച്ച് ആരംഭിച്ചതാണ് എൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. കാരണം ഒരു കാർഡിയോളജിസ്റ്റ് ഇല്ലാതെ ഒരു കാർഡിയക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് രൂപം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ഞാൻ ആളുകളെ തപ്പി പോകുന്നതും. അങ്ങനെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഒരു രാത്രിയിൽ ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് നടന്നപ്പോഴത്തേക്ക് എനിക്ക് പരിചയമുള്ളൊരു മുഖം കാണുന്നു. ആ മുഖം കണ്ട ആ വ്യക്തി ഒരു കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. കേരളത്തിൽ എൻ്റെ ജൂനിയറായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഡോക്ടർ സജി കുരുട്ടുകുളം. അദ്ദേഹത്തെ നിർബന്ധിച്ച് ക്ഷണിച്ച് വന്ന മെഡിക്കൽ ട്രസ്റ്റ്. അദ്ദേഹമായിരുന്നു എൻ്റെ ആദ്യത്തെ കാർഡിയോളജിസ്റ്റ്. അങ്ങനെ ഓരോരുത്തരെയും തപ്പിപ്പിടിച്ചു, കുറേ നേഴ്സുമാരെ കൊണ്ടുവന്നു, അവരെ വലിയൊരു വിട്ട് ട്രെയിൻ ചെയ്തു. ഹാർട്ട് ലങ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നവരെ നമ്മൾ ട്രെയിൻ ചെയ്തു, എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചു. ഓപ്പറേഷൻ ശരിയായിട്ടുള്ള ഓപ്പറേഷൻ മുമ്പ് തന്നെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസിനെ രോഗികളായിട്ട് മോക്ക് ഓപ്പറേഷൻസ് നടത്തി. അങ്ങനെ എല്ലാ ലീക്കും അടച്ചതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ ഹൃദയ ശസ്ത്രക്രിയയിലേക്ക് വരുന്നത്. വലിയൊരു സംഭവമായിരുന്നു. അത് ചോദിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ എല്ലാം കാര്യങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ആയവർന്ന് വരുന്നത്. അങ്ങനെയുള്ള ഒത്തിരി കടമ്പകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഓർഗൻ ഡൊണേഷൻ നമ്മൾക്കറിയാം, ആദ്യമായിട്ട് നേവിയിൽ എയർക്രാഫ്റ്റിൽ നമ്മൾ ഹൃദയം കൊണ്ടുവരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഒത്തിരി ചലഞ്ചസ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഹെലികോപ്റ്ററിൽ 3-4 പ്രാവശ്യം നമ്മൾ ഹൃദയം കൊണ്ടുവരുന്നു. ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ക്രിറ്റിസിസംസ് ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒത്തിരി ടാർണിഷ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മറികടന്ന് അതിജീവിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനും അതുപോലെയുള്ള ഞങ്ങളുടെ ടീം വർക്കിനും അതുപോലെയുള്ള സമൂഹത്തിൻ്റെ പ്രാർത്ഥനകൾക്കുമെല്ലാം സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ സ്റ്റേജിൽ നമ്മൾ ഇതുപോലെ നിൽക്കാനുണ്ടാകുന്ന ഒരു കാരണം. 22,000-ലധികം ഹൃദയ ശസ്ത്രക്രിയ, 30ഓളം ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഒരു ചെറിയ നേട്ടമല്ല ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തെ തേടി ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതൊരു അംഗീകാരമാണ്. അദ്ദേഹം ഈ മേഖലയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചതിൻ്റെ അംഗീകാരം. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.